ഇവിടെ ഒരു പെണ്ണ് പെർമനന്റായി തന്റെ ബർത്ത്ഡേയിൽ ട്രാപ്പ് ആകുന്നു. ഓരോ ദിവസവും അവൾ അതേ ദിവസം തന്നെ കണ്ണു തുറക്കുന്നു. എൻഡ് ഓഫ് ദ ഡേയിൽ ഒരു മാസ്ക് മാൻ അവളെ കൊല ചെയ്യുന്നു. അതിനുശേഷം അവൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ പതിവ് പോലെ അവളുടെ ഒരു ഫ്രണ്ട് കേക്ക് പിടിച്ചുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് അവൾ ലൂപ്പ് ബ്രേക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് ആ കില്ലറിനെ കൊല്ലുവാൻ ട്രൈ ചെയ്യുന്നു. എന്നാൽ അബദ്ധത്തിൽ സർപ്രൈസ് ചെയ്യുവാൻ വന്ന ഫ്രണ്ടിനെ കൊല്ലുന്നു. അതിനുശേഷം പതിവ് പോലെ ആ കില്ലർ അവളെ കൊല്ലുന്നു. വീണ്ടും അവൾ റിവൈവ് ആകുന്നു. ഓരോ ടൈമിലും അവൾ റിവൈവ് ആയാലും മരിക്കുന്ന നേരത്ത് അവൾക്ക് പറ്റിയ ഇഞ്ചുറികളെല്ലാം അവളുടെ ദേഹത്ത് നിൽക്കുന്നു. അങ്ങനെ അവളുടെ ശരീരം ദിനവും വീക്കായി കൊണ്ടിരുന്നു. എന്നാൽ അത് ചിന്തിക്കുവാനൊന്നും അവൾക്ക് നേരമില്ല. ആ മാസ്ക് മാൻ വീണ്ടും വരുന്നു. ഉടൻ തന്നെ അവിടെ നിന്ന് ഓടുവാൻ ആരംഭിച്ച അവൾ ഒരു കാർ എടുത്ത് രക്ഷപ്പെട്ടു പോകുവാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് സ്പീഡിൽ പോയതിനാൽ പോലീസ് അവളെ സ്റ്റോപ്പ് ചെയ്യിക്കുന്നു. അപ്പോൾ അവൾക്കുണ്ടായതെല്ലാം അവൾ എക്സ്പ്ലെയിൻ ചെയ്യുവാൻ ശ്രമിക്കുന്നു. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ പോലീസുകാരൻ അവൾക്ക് ഭ്രാന്താണെന്ന് കരുതുന്നു. സംസാരിച്ചത് കൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി അവൾ അറസ്റ്റ് ആയാൽ സേഫ് ആയിരിക്കുമെന്ന് കരുതി തന്നെ അറസ്റ്റ് ചെയ്യുവാൻ പറയുന്നു. അവൾ അറസ്റ്റ് ചെയ്ത് കാറിൽ കയറ്റിയതും വേറൊരു കാർ വന്ന് ആ പോലീസുകാരനെ ഇടിക്കുന്നു. ആ സമയം പുറത്തേക്ക് വന്ന കില്ലർ അവളെയും ചേർത്ത് ആ പോലീസുകാരനെ കൊല്ലുന്നു. പിറ്റേന്ന് ഉണർന്നെഴുന്നേറ്റ് അവൾക്ക് ഒരു ക്ലൂ ലഭിക്കുന്നു. ഹോസ്പിറ്റലിലുള്ള ഒരു സീരിയൽ കില്ലറിനെ പറ്റി ടിവിയിൽ പറയുന്നു. അതിൽ പറയുന്ന അടയാളങ്ങൾ വെച്ച് അത് ആ കില്ലർ തന്നെയല്ലേ എന്ന് അവൾക്ക് ഡൗട്ട് വരുന്നു. അതുകൊണ്ട് അവൾ വേഗത്തിൽ ഹോസ്പിറ്റലിൽ പോകുന്നു. അവൾ അവിടെ എത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗാർഡുകളെല്ലാം അവിടെ മരിച്ചു കിടക്കുന്നു. നോക്കുമ്പോൾ ആ സീരിയൽ കില്ലർ അവളുടെ പിന്നിൽ നിൽക്കുന്നു. പെട്ടെന്ന് വേഗത്തിൽ രക്ഷപ്പെട്ടു ഓടിയ അവൾ ഒരു സ്ഥലത്ത് വന്ന് പെട്ടുപോകുന്നു. ആ സമയം അവളുടെ ബോയ് ഫ്രണ്ട് അങ്ങോട്ട് വരുന്നു. പക്ഷേ ആ കില്ലർ വളരെ ഈസിയായി അവളുടെ ബോയ് ഫ്രണ്ടിനെ കൊല്ലുന്നു. ആ തക്കത്തിന് രക്ഷപ്പെട്ട് ഓടിപ്പോയ അവൾ ഒരു ഇരുട്ടുള്ള റൂമിൽ പോയി ഒളിക്കുന്നു. ആ സമയത്ത് അകത്തേക്ക് വന്ന കില്ലറിനെ മറിഞ്ഞിരുന്ന അവൾ ഒരു കമ്പി കൊണ്ട് അയാളുടെ തലയിൽ അടിക്കുന്നു. എന്നാൽ അവനെ കൊന്ന ലൂപ്പ് കഴിഞ്ഞ് തന്റെ ബോയ് ഫ്രണ്ട് പെർമനന്റായി മരിക്കുമെന്ന് മനസ്സിലാക്കിയ അവൾ കെട്ടിടത്തിന്റെ മുകളിൽ ചാടി മരിച്ച് വീണ്ടും അവൾ തിരികെ വരുന്നു. എന്നാൽ ഇപ്പോൾ അവൾ പേടിക്കാതെ ഓൾറെഡി സംഭവിക്കാൻ പോകുന്നതെല്ലാം അറിയാം എന്നതിനാൽ റിവഞ്ച് എടുക്കാൻ ഹാപ്പിയായി വന്ന അവൾ അവസാനമായി ആ കില്ലറിനെ കൊന്ന് ആ ലൂപ്പ് ബ്രേക്ക് ചെയ്യുന്നു.